സമയം നമുക്ക് ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. സമയം ഒരു ചക്രം പോലെയാണ്, കാലചക്രം എന്നല്ലേ പറയാം. അതേപോലെ ഇങ്ങനെയും പറയാറുണ്ട്, സമയവും ഈശ്വരനും, ഗോഡ് ആൻഡ് ടൈം ആർ ടു ഗ്രേറ്റ് ഹീലേഴ്സ് എന്ന് പറയാറുണ്ട്. നമ്മളേറ്റവും സുഖപ്പെടുത്തുന്ന, എല്ലാ മുറിവുകളെയും മായ്ച്ചു തരുന്ന, എല്ലാ വ്രണങ്ങളെയും സുഖപ്പെടുത്താനുള്ള ശക്തി സമയത്തിനും ഉണ്ട്, അതേപോലെ ഈശ്വരനും ഉണ്ടെന്ന് പറയാറുണ്ട്. നമ്മൾ നമ്മുടെ ജീവിത നാടകത്തില് നോക്കിക്കഴിഞ്ഞാല് പറയാറുണ്ടല്ലോ, ജീവിതം ഒരു നാടകമാണ്. അപ്പൊ ഈ ജീവിത നാടകത്തിൽ നമ്മൾ മനസ്സിലാക്കി, ഈ ശരീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് ഈ നാടകത്തിൽ കിട്ടിയൊരു കോസ്റ്റ്യൂം മാത്രമാണ്. ആത്മാവാകുന്ന അഭിനേതാവ് ഭ്രൂമധ്യത്തിലിരുന്നുകൊണ്ട് ഈ വസ്ത്രം ഉപയോഗിച്ച് പാർട്ട് പ്ലേ ചെയ്യണം. സാധാരണ പറയാറുണ്ടല്ലോ, ഒരു നാടകം എന്ന് പറയുമ്പോൾ നാടകത്തിന് ഒരു നിശ്ചിത സമയവും അല്ലേ, അതേപോലെ നാടകത്തിന് ഇത്ര ഭാഗങ്ങളും ഇതെല്ലാം നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അങ്ങനെ നാടകത്തിന്റെ 1-ാം ഭാഗം 2-ാം ഭാഗം ആ രീതിയിലാണല്ലോ നാടകം കടന്നു പോണേ. അതേപോലെ നമ്മൾ നമ്മുടെ ജീവിത നാടകത്തിലേക്ക് നോക്കുകയാണെങ്കിലും ജീവിത നാടകത്തിൽ നമുക്കിത് കണ്ടെത്താൻ കഴിയും. അതാണ് ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കണേ കാലചക്രം, അല്ലെങ്കിൽ വേൾഡ് ഡ്രാമ വീൽ. ഇതിൽ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതം, ആത്മാവ് ആത്മലോകത്തുനിന്ന് ഈ സൃഷ്ടി നാടകത്തിൽ വന്ന് അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് നമുക്ക് ഈ ശരീരം കിട്ടി. നമ്മൾ ഈ ഭൂമിയിലെ ജീവിത നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് 4 ഭാഗങ്ങളായിട്ടാണ്. ആത്മാവ് ഈ നാടകശാലയിൽ എൻട്രി ആകുന്ന തുടക്ക സമയം, അതായത് സൃഷ്ടിയുടെ സ്റ്റാർട്ടിംഗ് ടൈം, ആ ടൈമിനെയാണ് സത്യുഗ സമയം എന്ന് പറഞ്ഞത്. സത്യുഗം അതായത് നാടകത്തിന്റെ 1-ാം ഭാഗം. 2-ാം ഭാഗമാണ് ത്രേതായുഗം. സത്യുഗവും ത്രേതായുഗവും അതായത് നാടകത്തിന്റെ പകുതി ഭാഗം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തില് നമ്മൾ സോൾ കോൺഷ്യസ്നെസ്സിൽ ഇരുന്നുകൊണ്ട് ആത്മാവ് ഈ ശരീരമാകുന്ന വസ്ത്രം ഉപയോഗിച്ച് നാടകം കളിച്ചു. ആ സമയത്ത് നമ്മളുടേത് ഡിവൈൻ നേച്ചറായിരുന്നു. ആത്മാവിന്റെ ഒറിജിനാലിറ്റി, നാച്ചുറൽ ആയിട്ടുള്ള ഗുണങ്ങളും ശക്തികളുമായിരുന്നു നമ്മുടെ ജീവിതത്തിൽ പ്രകടമായിരുന്നത്. അപ്പൊ ആ നാച്ചുറൽ നേച്ചറിലെ ആ ഡിവൈൻ വെർച്യൂസോടുകൂടി മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലഘട്ടം, അതായിരുന്നു നാടകത്തിന്റെ പകുതി ഭാഗം. സത്യുഗവും ത്രേതായുഗവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 2 യുഗങ്ങളിലെ ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ മനുഷ്യരും ദേവീ ദേവതകളെന്ന് അറിയപ്പെട്ടിരുന്നു. ദേവന്മാര്, ദേവിമാര്. സ്ത്രീ പുരുഷൻ എന്ന ശബ്ദം ഉപയോഗിച്ചിരുന്നില്ല. കാരണം ഓരോ സ്ത്രീയിലും ഓരോ നാരിയിലും എല്ലാ ദൈവിക ഗുണങ്ങളും ഉണ്ടായിരുന്നു, ഓരോ പുരുഷനിലും എല്ലാ ദൈവിക ഗുണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് നരൻ നാരായണന് സമാനം അഥവാ ദേവൻ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അപ്പൊ ഈ 2 യുഗങ്ങളില്, ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്ന ഈ 2 യുഗങ്ങളിലെ ഭൂമിയിലെ ഈ നാടകശാലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എല്ലാവരും ഒരു ധർമ്മത്തില് പെട്ടവരായിരുന്നു. ഒരു ധർമാർത്ഥം, ആ ധർമ്മത്തിന്റെ പേരായിരുന്നു ആദി സനാതന ദേവി ദേവതാ ധർമ്മം. എല്ലാവരും, മറ്റു ധർമ്മങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. സനാതന ദേവി ദേവതാ ധർമ്മം എന്നറിയപ്പെട്ടു. അങ്ങനെ സത്യുഗവും ത്രേതായുഗത്തിന് ശേഷം ദ്വാപരയുഗത്തിലേക്ക് വരുമ്പോൾ, പുനർജന്മങ്ങൾ എടുത്തെടുത്ത് നമ്മൾ താഴേക്ക് വരുമ്പോൾ, എപ്പോഴാണോ സോൾ കോൺഷ്യസ്നെസ് നമുക്ക് നഷ്ടപ്പെടാൻ തുടങ്ങി, പകരം ബോഡി കോൺഷ്യസിലേക്ക് നമ്മൾ വരാൻ തുടങ്ങി, ദേഹബോധത്തിലേക്ക് വരാൻ തുടങ്ങി. അത് ഒരു ഡീഗ്രഡേഷൻ. 2ാമത് സംഭവിച്ചത് ദ്വാപരയുഗം മുതലാണ് 2 എന്ന് പറയുന്ന ഭിന്നതകൾ ആരംഭിക്കണം. എല്ലാ അർത്ഥത്തിലും ഞാൻ, നീ, എൻ്റെ, നിന്റെ. അതേപോലെ നമ്മൾ ധർമ്മങ്ങളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാലും ശരിക്കും പറഞ്ഞാല് സനാതനധർമ്മം കൂടാതെ ദ്വാപരയുഗം മുതലാണ് അന്യധർമ്മങ്ങളുടെ സ്ഥാപന നടക്കുന്നത്. ആദ്യം ഇബ്രാഹിമിലൂടെ ഇസ്ലാം ധർമ്മം, പിന്നീട് യേശുക്രിസ്തുവിലൂടെ ക്രിസ്തുധർമ്മം, ശ്രീബുദ്ധനിലൂടെ ബുദ്ധധർമ്മം തുടങ്ങിയ മറ്റ് ധർമ്മങ്ങളുടെ സ്ഥാപനം നടക്കുന്നത് ദ്വാപരയുഗ സമയത്താണ്. അതായത് അന്യധർമ്മങ്ങളുടെ സ്ഥാപന സനാതനധർമ്മം കൂടാതെ ഈ മറ്റു ധർമ്മങ്ങളും ഈ സമയത്താണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഈ 2 എന്ന് പറയുന്ന ഭിന്നതകൾ വന്ന് ബോഡി കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വന്ന സമയത്ത് നമ്മളിൽ നിന്ന് ആ ഡിഗ്രേഡേഷൻ, ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു വരാൻ തുടങ്ങി. മെല്ലെ മെല്ലെ കലിയുഗ അന്ത്യം എത്തുമ്പോഴേക്കും നമ്മൾ കാണുന്നത് ഇന്നത്ര ധർമ്മങ്ങളാ.
ഓരോ ധർമ്മത്തിന് എത്ര ഉപവിഭാഗങ്ങളാണ്. കലിയുഗത്തിന്റെ ലാസ്റ്റ് പോർഷനില് ഇപ്പൊ നമ്മൾ വന്നെത്തി നിൽക്കണേ. അപ്പൊ ഈ കാലചക്രത്തിൽ നമ്മൾ കാണുന്നത് ഈ 4 യുഗങ്ങളില്, സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളിലൂടെ നമ്മുടെ ജീവിത ചക്രം നമ്മൾ കറങ്ങി വരുമ്പോൾ, അഥവാ ഈ കാലചക്രത്തിന്റെ പ്രവാഹത്തില് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു വരുന്ന സമയത്ത് ആത്മാവിന്റെ ക്വാളിറ്റി, നമ്മളുടെ പെർഫോമൻസ്, ജീവിത നാടകത്തില്, നമ്മുടെ അഭിനയത്തില് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാം. ആത്മാവിന്റെ ക്വാളിറ്റി കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കലിയുഗ അന്ത്യം എത്തുമ്പോഴേക്കും കറുപ്പ് ആത്മാവിൽ വളരെയധികം ക്ലാവ് പിടിച്ച ഒരവസ്ഥയിൽ നമ്മളിവിടെ എത്തി നിൽക്കണം. പക്ഷെ കലിയുഗത്തോടുകൂടി ഈ സൃഷ്ടി നാടകത്തിൽ, ഈ കാലചക്രത്തിൽ, ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാല് കലിയുഗത്തോടുകൂടി ഒരു ചക്രം, ഒരു സൈക്കിള് പൂർത്തിയാക്കാണ്. കലിയുഗത്തോടുകൂടി ഈ സൈക്കിള് പൂർത്തിയായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കാലചക്രം എന്നല്ലേ പറയണേ, കാലചക്രം കറങ്ങും. അപ്പൊ കാലചക്രം കറങ്ങുമ്പോ കലിയുഗത്തിന് ശേഷം വീണ്ടും അടുത്ത യുഗം സത്യയുഗമാണ്, അല്ലെങ്കിൽ കൃതയുഗമാണ്. അപ്പോൾ ഈ ഒരു ഓട്ടോമാറ്റിക് ചേഞ്ച്, കാലചക്രത്തിന്റെ പ്രവാഹത്തിനനുസരിച്ച് ഈ യുഗ പരിവർത്തന വേള, ആ ഒരു യുഗ പരിവർത്തന പ്രക്രിയ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുപോലെയാണ്. നമ്മൾ നമ്മുടെ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാല്, ഭൂമിയിൽ നോക്കിക്കോളൂ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ ഒരു ചാക്രിക പ്രക്രിയ നമുക്ക് എല്ലാത്തിലും കാണാം. എല്ലാം ഒരു സൈക്ലിക് പ്രോസസ്സാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ദിനരാത്രങ്ങൾ തന്നെ നോക്കൂ, അതൊരു സൈക്ലിക് പ്രോസസ് അല്ലേ. പകല് പിന്നീട് രാത്രിയാകും, രാത്രി മാറും, വീണ്ടും പകല് വരും അല്ലേ. ദിനരാത്രങ്ങളുടെ ഒരു പ്രക്രിയ ചക്രീയമായിട്ടാണ് നടക്കണം. രാത്രി പൂർത്തിയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പകല് വരികയാണ്, പകല് പൂർത്തിയായി കഴിയുമ്പോൾ വീണ്ടും ഓട്ടോമാറ്റിക്കലി രാത്രി വരണം. ഒരു നാച്ചുറൽ വേയിൽ ആ ചേഞ്ച് നടക്കണം. അതേപോലെ കടൽ വെള്ളം സൂര്യപ്രകാശം തട്ടിയിട്ട് വെള്ളം നീരാവിയാകുന്നു, കാർമേഘങ്ങൾ രൂപം കൊള്ളുന്നു, നീരാവി തണുത്തിട്ട് പിന്നീട് ആ കാർമേഘങ്ങൾ വീണ്ടും മഴയായിട്ട് വെള്ളമായിട്ട് വീണ്ടും കടലിലെത്തിച്ചേരുന്നു. വീണ്ടും കടലിലെത്തുന്ന വെള്ളം എന്ത് ചെയ്യണു? നീരാവിയായിട്ട്, മേഘങ്ങളായിട്ട്, മഴയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പൊ ഇതും ഈ മഴയും വെള്ളവും നമ്മൾ നോക്കിക്കഴിഞ്ഞാല് കടൽ വെള്ളം വീണ്ടും മേഘങ്ങളായി മാറുന്നതും വീണ്ടും അത് മഴയായി പതിക്കുന്നതും ഇതൊരു ചക്രിക പ്രക്രിയയല്ലേ. അതൊരു സൈക്ലിക് പ്രോസസ്സായിട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലെ. അതേപോലെ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മളൊരു വിത്തിടുന്നു, ആ വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാകണു, മരം വളരണു, മരത്തിൽ നിന്ന് വീണ്ടും കായ്കനികൾ ഉണ്ടാകണു, വിത്തുകൾ രൂപം കൊള്ളണു, ആ വിത്തുകൾ വീണിട്ട് വീണ്ടും വൃക്ഷം രൂപം എടുക്കുന്നു അല്ലെ. അപ്പോ വിത്തിൽ നിന്ന് വൃക്ഷം, വൃക്ഷത്തിൽ നിന്ന് വീണ്ടും വിത്ത്, ഇതൊരു ഓട്ടോമാറ്റിക് സൈക്ലിക് പ്രോസസ്സാണ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ ഋതുഭേദങ്ങൾ നോക്കിക്കോളൂ. ഋതുഭേദങ്ങൾ അതുപോലെ തന്നെയല്ലേ സംഭവിച്ചുകൊണ്ടിരിക്കണേ അല്ലെ. മഴക്കാലം വരുന്നു, മഞ്ഞുകാലം വരുന്നു, വേനൽക്കാലം വരുന്നു. ഈ പ്രക്രിയ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതൊരു ഓട്ടോമാറ്റിക് പ്രക്രിയയാണ് അല്ലെ. വസന്തം, ഗ്രീഷ്മം, ഹേമന്തം, ശരത്, ഓട്ടോമാറ്റിക്കലി ഈ 4 ഋതുക്കൾ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ആ 4 ഋതുവിന്റെ സൈക്കിള് പൂർത്തിയായി കഴിയുമ്പോൾ വീണ്ടും എന്താകും? ആവർത്തനമാണ്, ഒരു പുനരാവർത്തന പ്രക്രിയ നമ്മൾ കാണുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ നോക്കും, നമ്മുടെ ഒരു ജന്മത്തില് ഒരു മനുഷ്യ ആയുസ് മുഴുവൻ നമ്മൾ ആയുഷ്കാലം പരിശോധിക്കുകയാണെങ്കിൽ ബാല്യം, കൗമാരം, യൗവനം, അതേപോലെ വനപ്രസ്ഥം അല്ലെ. വനപ്രസ്ഥത്തിലെത്തുന്നു, വീണ്ടും എന്ത് ചെയ്യണു? മരണം സംഭവിക്കണു. മരണം സംഭവിച്ചു കഴിഞ്ഞാല് വീണ്ടും നമുക്കറിയാം ആത്മാവിന് മരണമില്ല, നശിക്കുന്നത് ശരീരം. മരണശേഷം വീണ്ടും ഈ ശരീരം നമ്മൾ കത്തിച്ചു കളയും. ആത്മാവ് ഊർജമാണല്ലോ, അതിന് നാശമില്ല. വീണ്ടും അത് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോവുക അല്ലെ. അവിടെ പോയി വീണ്ടും ശിശുവായി ജനിക്കണു. ആ ശിശുവായിട്ട് ബാല്യത്തിലേക്ക് പിന്നെ തയ്യാറാകണു, പിന്നെ കൗമാരത്തിലെത്തുന്നു, വീണ്ടും യൗവനത്തിലെത്തുന്നു, വീണ്ടും വൃദ്ധാവസ്ഥയിലേക്ക് പോകണു. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ്സാണ് അല്ലെ. അതുകൊണ്ട് നമ്മൾ സാധാരണ പറയില്ലേ, ഒരിടത്ത് ജനനം, ഒരിടത്ത് മരണം എന്നാ പറയാം. അപ്പൊ ഒരിടത്ത് മരണം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുകയും അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകുന്നു, അവിടെ ശിശുവായിട്ട് ജന്മം എടുക്കുന്നു. പിന്നീട് പുറത്തു വന്ന് വളർന്ന് പാകാകുമ്പോൾ വീണ്ടും മരണം സംഭവിക്കുന്നു, വീണ്ടും ആത്മാ ശരീരത്തിൽ നിന്ന് വേർപെട്ട് വീണ്ടും അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്ക് പോകണം. അപ്പൊ ഇതൊരു സൈക്ലിക് പ്രോസസ്സായിട്ടാണ് നമ്മൾ കാണാണ്. അപ്പോൾ ഈ സൈക്ലിക് പ്രോസസ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് എങ്ങനെയാണ് ഋതുഭേദങ്ങള്
4 ഋതുക്കൾ മാറി വരണേ. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളില് 4 അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നേ. അതേപോലെ നമ്മൾ ഈ വിശ്വഘടികാരം നോക്കുകയാണെങ്കിൽ, അഥവാ കാലചക്രം നോക്കുകയാണെങ്കിൽ, ഈ കാലചക്രത്തിൽ ഈ 4 യുഗങ്ങളും അതും ഒരു പുനരാവർത്തനം അതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. കലിയുഗത്തോടുകൂടി സൈക്കിള് കംപ്ലീറ്റ് ആകുന്നു. സൈക്കിള് പൂർത്തിയായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കലിയുഗം മാറും, അടുത്ത യുഗം സത്യുഗം വരും. ഇത് രാത്രി മാറി പകല് വരുന്നത് പോലെ നാച്ചുറൽ വേയിൽ സംഭവിക്കും. അല്ല, നമ്മളോട് ചോദിച്ചിട്ടല്ല കലിയുഗം മാറുന്നത്, സത്യുഗം വരുന്നത്. സത്യുഗം മാറി ത്രേതായുഗം വന്നത്, ത്രേതായുഗം മാറി ദ്വാപരയുഗം വന്ന്, ദ്വാപരയുഗം മാറി കലിയുഗം വന്നു. അതേപോലെ കലിയുഗം നാളെ സത്യുഗി പ്രഭാവത്തിന് വഴി മാറിക്കൊടുക്കും. നമ്മൾ പറയില്ലേ, കലിയുഗത്തിലെ ഇരുട്ട് മാറിയിട്ട് നാളെ കടന്നു വരാൻ പോകുന്നത് സത്യുഗി പ്രഭാതമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നിരാശയുടെ ആവശ്യമില്ല. പ്രത്യേകിച്ചും വർത്തമാന കാലഘട്ടത്തില് എല്ലാവർക്കും പേടിയിപ്പം എന്താണ്, നാളെ എന്താകും, നാളെ എന്താകും, നാളെ എന്താകും. ലോകം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും അവസ്ഥ അല്ലെ? ഒരു ഭാഗത്ത് പ്രകൃതി ദുരന്തങ്ങള്, മറുഭാഗത്ത് മനുഷ്യന്റെ പരസ്പരമുള്ള തമ്മിലടിയും ആഭ്യന്തര കലഹങ്ങളും വർഗീയ പ്രശ്നങ്ങളും യുദ്ധങ്ങളും കെടുതികളും ഈ നശീകരണങ്ങൾ കാണുന്ന സമയത്ത്, അധർമ്മം കാണുമ്പോൾ, അക്രമങ്ങൾ കാണുമ്പോൾ, അനീതി കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നാറില്ലേ, ഇങ്ങനെ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, നാളെ എന്താകും, നാളെ എന്താകും. ഈ ലോകം ഒരു സർവനാശത്തിലേക്കല്ലേ പോണേ? ഒരർത്ഥത്തിൽ നമ്മൾ ഒരു സൈഡ് ചിന്തിക്കുകയാണെങ്കിൽ ഒരു സർവനാശമല്ല സംഭവിക്കണേ, മറിച്ച് പരിവർത്തനാണ്, മാറ്റമാണ്. കലിയുഗത്തിന് ശേഷം അടുത്ത യുഗം. കലിയുഗത്തില് ഈ ഇരുട്ട് നിറഞ്ഞ, അധർമ്മം നിറഞ്ഞ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ, ഈ അധർമ്മവും അക്രമവും അനീതിയും ഇത് മാത്രമേ നശിക്കുള്ളൂ. അധർമ്മത്തിന് നശീകരണം ഉണ്ടാവും, അത് നശിക്കും, അതിന് അറുതി വരും, അതില്ലാതാകും. അതില്ലാതായതിനു ശേഷം അടുത്തതെന്ന് പറയുന്നത്, കലിയുഗത്തിന് ശേഷം അടുത്ത യുഗപ്പിറവി എന്ന് പറയുന്നത് സത്യുഗി പ്രഭാതമാണ്. അതുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ജീവിതത്തെ പ്രതി എപ്പോഴും പ്രതീക്ഷ വേണം. ഒരിക്കലും നിരാശ ഉണ്ടാകാൻ പാടില്ല, നാളെ എന്താകും എന്ന് പറഞ്ഞ്. ഒരിക്കലും ഒരു സർവനാശ അഥവാ സദാകാലത്തേക്ക് ലോകം അവസാനിക്കുന്ന ഒരു കാര്യമില്ല. കാരണം കാലചക്രമാണ്. കാലചക്രത്തില് നമുക്ക് നമ്മുടെ ഈ ജീവിത നാടകം ഇതിനും പുനരാവർത്തനത്തിന് വിധേയമാകുന്നത് കൊണ്ട് നമുക്കും ഈ കാലചക്രത്തിനോടൊപ്പം ഒഴുകി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അത് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കലിയുഗത്തിന് ശേഷം അടുത്തത് സത്യുഗമാണ്. അതായത് സത്യത്തിന്റെ, ധർമ്മത്തിന്റെ, നീതിയുടെ കാലഘട്ടമാണ് വരാൻ പോണേ. അപ്പൊ കാലത്തിന് മാറ്റം ഉണ്ടാവും. പറയാറുണ്ടല്ലേ, കാലത്തിനൊപ്പം കോലം മാറണം എന്നല്ലേ പറയും. അപ്പൊ കാലം മാറും, സമയം നമുക്ക് ആർക്ക് വേണ്ടിയിട്ടും കാത്തു നിൽക്കില്ല, സമയം മാറും. വാച്ചില് തന്നെ നോക്കൂ, വാച്ച് നമ്മൾ കെട്ടുന്ന സമയത്ത് ഇടയിലിടയിൽ നമ്മൾ വാച്ച് കെട്ടുന്നതും ഇടയിലിടയിൽ വാച്ചിലേക്ക് നോക്കുന്നതും എന്തിനു വേണ്ടിയിട്ടാണ്? സമയം എത്രയായി, സമയം എത്രയായി അല്ലേ, സമയം എത്രയായി, എനിക്ക് ഈ സമയത്ത് ചെയ്യാനുള്ള ജോലി, അത് കഴിഞ്ഞ് ചെയ്യാനുള്ള ജോലി. അപ്പൊ നമ്മൾ സമയം നോക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യണം. കാരണം രാവിലെ നമ്മൾ ഉണർന്നെഴുന്നേക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള സമയത്തില് ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ ടൈം ബീയിങ് നമുക്ക് ആ കാര്യങ്ങൾ പൂർത്തീകരിക്കണം, എങ്കിലേ സമയത്തിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാൻ പറ്റൂ. അതേപോലെ വിശ്വഘടികാരത്തിലേക്ക് നോക്കൂ. ഇപ്പൊ നമുക്കുള്ള എത്തി നിൽക്കുന്ന സമയം കലിയുഗത്തിന്റെ, അതായത് ഈ 4 യുഗങ്ങളിൽ ചേരുന്നതിനെയാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. അതായത് ഒരു കൽപ്പത്തിന്റെ ലാസ്റ്റ് ടൈമിലാണ്. അതുകൊണ്ടാണ് കൽപ്പാന്തകാലം കലിയുഗം എന്ന് പറയാൻ കാരണം. അപ്പൊ ഈ കൽപ്പാന്തകാലത്ത് കലിയുഗത്തില്, അതായത് സത്യുഗത്തിൽ ആരംഭിച്ച സമയത്ത്, സത്യുഗത്തിലെ ആ സമയത്തെ നമ്മുടെ ജീവിതത്തിന്റെ വിശേഷത വേറെ, ത്രൈതായുഗത്തിന്റെ വിശേഷത വേറെ, ദ്വാപരയുഗത്തിന്റെ വിശേഷത വേറെ, ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്ന കലിയുഗത്തിന്റെ വിശേഷത വേറെ. അപ്പൊ കലിയുഗത്തിലെ ഈ സമയത്ത് നമ്മുടെ കർത്തവ്യം എന്താ? ഇതിനുശേഷം വരാൻ പോകുന്ന സത്യുഗ പിറവിയാണ്. അപ്പൊ സത്യുഗത്തില് ആ സത്യുഗീ പ്രഭാതത്തെ വരവേൽക്കുന്ന തരത്തില് നമുക്ക് നമ്മുടെ കൾച്ചർ, നമ്മുടെ സംസ്കാരം, നമ്മുടെ സ്വഭാവം, നമ്മുടെ ദൃഷ്ടികോൺ, നമ്മുടെ ദൃഷ്ടിയിലും വൃത്തിയിലും മനോഭാവങ്ങളിലും എല്ലാം തന്നെ പരിവർത്തനം നമുക്ക് കൊണ്ടുവരണം. ആ ഒരു മാറ്റത്തിന് വിധേയമാകാനുള്ള സമയമാണിത്. അതായത് ഈ സമയം, ഈ മുഹൂർത്തം, എല്ലാത്തിനും പറയില്ല ഒരു മുഹൂർത്തം ഉണ്ട്. അതേപോലെ ഈ വർത്തമാന കാലഘട്ടം, നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഈ പ്രസന്റ് ടൈം, ഈ മുഹൂർത്തം നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ആത്മീയമായ പരിവർത്തനത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയമാണ്.
വിശ്വ ഘടികാരത്തിൽ ഈ സമയം ഈ കാര്യത്തിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. പതിതാത്മാവിന് പാവനമാകാൻ, കറുത്തുപോയ ആത്മാവിന് വീണ്ടും വെളുത്തതായിട്ട് മാറാൻ. അതായത് നമ്മുടെ ഉള്ളിൽ എന്താ അലോയ് മിക്സ് ആയി പോയോ? ആത്മാവാകുന്ന ഗോൾഡിൽ എന്ത് അലോയ് ഉണ്ടോ? എന്താ നമ്മളിലെ അലോയ്? ബോഡി കോൺഷ്യസ്നെസ്സിന് വിധേയമായിട്ട് നമ്മളിലുണ്ടായ ഇമ്പ്യൂരിറ്റീസ്, അസൂയയും വിദ്വേഷവും വെറുപ്പും അല്ലെ, എന്തെല്ലാം കറകൾ നമ്മുടെ ഉള്ളിൽ പിടിച്ചോ, ആ കറകളെ ക്ലീൻ ചെയ്യാനുള്ള ഒരു സമയത്തിലാണ് ഇപ്പൊ നമ്മൾ എത്തി നിൽക്കണം. കാരണം തനിയാവർത്തനം അഥവാ പുനരാവർത്തനം സംഭവിക്കുമ്പോൾ കലിയുഗത്തിന് ശേഷം അടുത്ത യുഗം സത്യുഗമാണെങ്കിൽ, സത്യുഗത്തിൽ നമുക്ക് നാടകം കളിക്കണം എന്നുണ്ടെങ്കിൽ, അവിടെ നമുക്ക് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നമുക്ക് വീട്ടിൽ പോകണം. ആത്മലോകത്തിലേക്ക് തിരിച്ചു പോകണം. അവിടുത്തെ നാടകം പൂർത്തിയാക്കിയിട്ട് അവിടുന്ന് വേണം തിരിച്ചു വരാൻ. വീട്ടിലേക്ക് പോകണമെങ്കിലും വന്നതുപോലെ പോകണം, പ്യുവറായിട്ട്. ഇവിടേക്ക് നാടകം കളിക്കണമെങ്കിലും സത്യുഗത്തിലെ നാടകം കളിക്കാൻ കലിയുഗത്തിലെ സംസ്കാരമല്ല നമുക്ക് വേണ്ടേ. സത്യുഗി സംസ്കാരം ഡിവൈൻ നേച്ചറാണ്, ഡിവൈൻ കൾച്ചറാണ്. ആ ഡിവിനിറ്റിയാണ് നമ്മളിലേക്ക് ഇപ്പോൾ എമർജ് ചെയ്യണ്ടേ. അപ്പൊ നമുക്കിവിടെ ബാക്കി നമ്മുടെ ജീവിതം, ബാക്കി നാടകം പൂർത്തിയാക്കണമെങ്കിലും തിരിച്ചു വീട്ടിലേക്ക് പോകണമെങ്കിലും, അതേപോലെ സത്യുഗം മുതൽ വീണ്ടും നമ്മുടെ നാടകത്തിലെ ബാക്കി ഭാഗം അഭിനയിക്കുന്നതിനും നമുക്കിപ്പോ വേണ്ടത് നമ്മുടെ ഡിവൈൻ കൾച്ചർ എമർജ് ചെയ്യണം. അതാണ് വർത്തമാന കാലഘട്ടത്തിന്റെ ആവശ്യകത. സമയം നമ്മളോട് വിളിച്ചു പറഞ്ഞിരുന്നത് അതാണ്. നമ്മുടെ ഡെവിളിഷ് സംസ്കാരങ്ങൾ എന്തെല്ലാം ഉണ്ടോ, ഈവിൾ നേച്ചർ എന്തെല്ലാം ഉണ്ടോ, ആ ഈവിൾ ആയിട്ടുള്ള സ്വഭാവങ്ങളെ, സംസ്കാരങ്ങളെ മാറ്റുക. നമ്മളിലെ ദൈവികമായ സംസ്കാരത്തെ, ഡിവൈൻ സംസ്കാരത്തെ എമർജ് ചെയ്യാൻ, അതിനുള്ള സമയമാണിത്. അപ്പോ അതാണ് ഈ ചിത്രത്തില് നമ്മൾ കാണുന്നത്. നമ്മുടെ ജീവിത കാലഘട്ടം, ഓരോരോ യുഗങ്ങളിലൂടെ നമ്മൾ എങ്ങനെയാ നമ്മുടെ ജീവിതം കടന്നുപോയത്. ഈ ചിത്രം ഇതിനെ പറയാറുണ്ട് നമ്മുടെ ജനന മരണത്തിന്റെ സ്റ്റെപ്പ്. അതായത് ഓരോരോ ജന്മങ്ങൾ നമ്മൾ എങ്ങനെയാണ് എടുത്തു വന്നത്. ഈ ശരിക്കും നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ്, ഒരു കോവണി നമ്മൾ കയറി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കോവണി കയറി മുന്നോട്ട് നമ്മൾ പോണ സമയത്ത് ആ കോണിപ്പടി ഓരോന്ന് കയറുമ്പോഴും നമുക്കറിയാം ഒരു സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്, അടുത്ത സ്റ്റെപ്പിൽ നിന്ന് അടുത്ത സ്റ്റെപ്പിലേക്ക്. അതേപോലെ നമ്മുടെ ജീവിതത്തിലെ ആത്മാവ് ഒരു ശരീരം വിട്ട് അടുത്ത ശരീരം എടുത്ത് നമ്മുടെ പുനർജന്മത്തിന്റെ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്നത്. ഈ കോണി നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ശരിക്കും ഇതിൽ നമുക്ക് കാണുന്നത്, ഈ ഏണിപ്പടിയുടെ ചിത്രത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് നമ്മുടെ ജീവിതത്തില് നമ്മൾ എങ്ങനെ ആ ആത്മാവ് വീട്ടിൽ നിന്ന് വന്നത് മുതലാണ് ഇതിൽ കാണുന്നത്. ആദ്യം നമ്മൾ ആത്മാക്കൾ ആത്മലോകത്തായിരുന്നു. ആത്മലോകത്ത് നിന്ന് ഈ നാടകശാലയിൽ നമ്മൾ എൻട്രായി. തുടക്കത്തിലെ യുഗം ഏതാണ്? സത്യുഗം. അപ്പൊ സത്യുഗ സമയത്ത് ഈ ഏണിപ്പടിയുടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്, സത്യുഗ സമയത്ത് ഈ കാണുന്നത് 8 സ്റ്റെപ്പുകളാണ്. അപ്പൊ ഈ 8 സ്റ്റെപ്പുകള് ശരിക്കും പറഞ്ഞാല് അത് നമുക്ക് കാണിച്ചു തരുന്നത്, നമുക്ക് ഒരു ആത്മാവ് ഈ സൃഷ്ടിയുടെ ആരംഭത്തിൽ വന്ന നാടകശാലയുടെ സ്റ്റാർട്ടിങ്ങില് നാടകശാലയിലേക്ക് എൻട്രി ചെയ്യുന്ന ഒരു ആത്മാവിന്, ജീവാത്മാവിന് ശരീരം എടുത്തു കഴിഞ്ഞാല് പിന്നെ നമുക്ക് 8 ജന്മങ്ങളിലൂടെ കടന്നു വരണം. 8 ജന്മാർത്ഥം ഓരോ ബർത്തിലും ആ സമയത്ത് നമുക്ക് 150 വയസ്സോളം ആയുസ്സുണ്ടാവും. ആ ഒരു യുഗം, സത്യുഗം എന്ന് പറയുന്ന ഏകദേശം 1250 വർഷക്കാലത്തില് 8 ജന്മങ്ങൾ എടുക്കുന്നത് കൊണ്ട് നമുക്ക് ആയുസ് വളരെ കൂടുതലാണ്. 150 വയസ്സോളം നമ്മൾ ആയുസ്സിൽ പൂർത്തിയാക്കും. കാരണം അവിടെ അകാല മരണം ഉണ്ടാവില്ല, ഏതെങ്കിലും തരത്തിലുള്ള അപമൃത്യു നമുക്ക് ഉണ്ടാകുന്നില്ല. എല്ലാവരും ആ സമയം പൂർത്തിയാക്കിയിട്ടേ മരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഈ 8 ജന്മങ്ങളിലൂടെ നമ്മൾ കടന്നു വരുന്നുവെങ്കിലും ആത്മാവിന്റെ ക്വാളിറ്റി, ആത്മാവിൽ കറ പിടിക്കുന്ന കർമ്മമൊന്നും നമ്മളവിടെ ചെയ്യുന്നില്ല. കാരണം സത്യുഗ സമയത്ത് ഈ ചിത്രത്തിൽ കാണുന്നുണ്ടല്ലോ, നോക്കൂ, ഇതില് ഓരോ മനുഷ്യനും നമ്മളെ ആ സമയത്ത് പറയില്ല. ശരിക്കും പറഞ്ഞ ഓരോ മനുഷ്യനും ദേവനും ദേവിയെന്ന് അറിയപ്പെട്ടെ സ്വർഗത്തിന്റെ ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ശരിക്കും പറഞ്ഞ ഈ സത്യുഗ കാലഘട്ടത്തെയാണ് സ്വർഗം എന്ന് ചിത്രീകരിച്ചിരിക്കുന്നത്. എല്ലാ ശാസ്ത്രങ്ങളിലും, അത് ഹിന്ദു ധർമ്മത്തിലാകട്ടെ, ഇസ്ലാം ധർമ്മത്തിലാകട്ടെ, ബൈബിളിലാകട്ടെ, എല്ലാം സ്വർഗത്തെക്കുറിച്ച് പറയാറുണ്ട്. ദേവലോകം, പാരഡൈസ്, ഹെവൻ എന്നെല്ലാം പറയുന്നത് ശരിക്കും സത്യുഗത്തിന്റെ ഈ തുടക്കത്തിലെ 1250 വർഷങ്ങളാണ് ശരിക്കും ഭൂമിയില് സ്വർഗം എന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നത്.
അതായത് സ്വർഗം എന്ന് പറഞ്ഞാൽ മുകളിലെവിടെ ഉണ്ടായിരുന്നതല്ല, ഈ ഭൂമിയിലെ ജീവിത കാലഘട്ടമാണ്. പക്ഷെ പ്രത്യേകത എന്തായിരുന്നു? സുഖവും ശാന്തിയും സന്തോഷവും ആനന്ദത്തോടും കൂടി, അതായത് ആത്മാവിന്റെ നമ്മൾ 7 ഗുണങ്ങൾ പറഞ്ഞല്ലോ, ആ ഗുണങ്ങളോട് കൂടിയ സ്വതസിദ്ധമായ ജീവിതം. അതായിരുന്നു നമ്മളുടെ ഈ 1250 വർഷ കാലഘട്ടത്തിലെ ജീവിതത്തിന്റെ പ്രത്യേകത. ടോട്ടലി ആ സമയത്ത് ദേവീദേവന്മാര് സോൾ കോൺഷ്യസ്നെസ് ആയിരുന്നു. ലൈഫ് ടോട്ടലി ആ കോൺഷ്യസ്നെസ്സിലാണ് ജീവിച്ചിരുന്നത്. പ്രകൃതി നോക്കിക്കഴിഞ്ഞാൽ അതിസുന്ദരം, സാത്വികം, 5 തത്വങ്ങളും അതിന്റെ സദോ പ്രധാന അവസ്ഥയിൽ ദേവീദേവന്മാരെന്ന് അറിയപ്പെട്ടിരുന്ന മനുഷ്യര് തന്നെയായിരുന്നു ദേവീ ദേവതകൾ എന്ന് വിളിക്കപ്പെട്ടിരുന്നത്. പക്ഷെ വ്യത്യാസം എന്താണ്? ഇന്നത്തെ മനുഷ്യനും ആ സമയത്തെ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ആ സമയത്ത് മനുഷ്യരില് ദൈവിക ഗുണങ്ങളുണ്ടായിരുന്നു. ഇന്ന് നമ്മളിലെ അസുരീയ സ്വഭാവ സംസ്കാരങ്ങൾ വന്നു. അതാ വ്യത്യാസം. എപ്പോഴാണോ നരനില് എല്ലാ ദൈവിക ഗുണങ്ങളും ഉള്ളത്, അപ്പോഴാണ് നരനെ നാരായണൻ എന്ന് വിളിച്ചിരുന്നത്. അതേപോലെ എപ്പോഴാണോ ഒരു സ്ത്രീയില് എല്ലാ ദൈവിക ഗുണങ്ങളും കടന്നു വരുന്ന, അപ്പോ നാരി ശ്രീലക്ഷ്മി എന്നറിയപ്പെടും. അപ്പോ ശ്രീലക്ഷ്മി ശ്രീനാരായണന്റെ ചിത്രം ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ശ്രീലക്ഷ്മി ശ്രീനാരായണന്റെ ചിത്രം സത്യുഗത്തില് ഈ കാണിച്ചിരിക്കുന്ന ചിത്രം കൊണ്ട് ഉദ്ദേശിക്കണേ ശ്രീലക്ഷ്മി ശ്രീനാരായണനായിരുന്നു സത്യുഗം. അവിടെ രാജഭരണ കാലഘട്ടമായിരുന്നു. രാജഭരണമാണ് നിലനിന്നിരുന്നത്. ആദ്യത്തെ മഹാരാജ മഹാറാണി സത്യുഗം ഭരിച്ചിരുന്നത്. നമ്മുടെ ഈ രാജഭരണ സമ്പ്രദായം സത്യുഗത്തിൽ ആരംഭിച്ചതാണ്. അതുകൊണ്ട് ഫസ്റ്റ് രാജാറാണി മഹാരാജ മഹാറാണിയായിരുന്നു ശ്രീലക്ഷ്മി ശ്രീനാരായണൻ. അങ്ങനെ 8 മഹാരാജ മഹാറാണി മാറി മാറി രാജ്യം ഭരിക്കും സത്യുഗ കാലഘട്ടം പൂർത്തിയാക്കുമ്പോഴേക്കും. പക്ഷെ എല്ലാവരും ലക്ഷ്മി നാരായണൻ ദ ഫസ്റ്റ്, സെക്കൻഡ് എന്ന് ആ രീതിയിൽ അറിയപ്പെട്ടിരുന്നു. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യുഗത്തിലെ 8 ജന്മങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ അടുത്ത ഈ സ്റ്റെപ്പ് കാണിച്ചിരിക്കുന്നത്, ഇത് മറ്റൊരു കളറിലാണല്ലോ കാണപ്പെടുന്നത്, ഇത് സെക്കൻഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് ത്രേതായുഗമാണ്. ത്രേതായുഗത്തില് 12ഓളം ജന്മങ്ങളാണ്. ഈ 12 ജന്മങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സത്യുഗത്തിലെ പോലെ തന്നെ സോൾ കോൺഷ്യസ്നെസ് ആണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ആ സോൾ കോൺഷ്യസ് ജീവിതത്തില് നമ്മൾ സത്യുഗത്തിലെ പോലെ സുഖവും ശാന്തിയും സന്തോഷത്തോടും കൂടി ആത്മബോധത്തിൽ ജീവിച്ചിരുന്ന ദേവീ ദേവതകൾ എന്നറിയപ്പെട്ടിരുന്ന കാലഘട്ടം. അങ്ങനെ സത്യുഗത്തിൽ നമ്മൾ ശേഷം ത്രേതായുഗത്തിൽ വന്നിട്ട് ഓരോ ജന്മങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ബർത്തിൽ ഏകദേശം 125 വയസ്സോളം ആയുസ്സുണ്ടാവും. സത്യുഗവും ത്രേതായുഗവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വേൾഡ് മാപ്പിൽ നമുക്ക് ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭൂഖണ്ഡത്തിലാണ് ജീവിതം ഉണ്ടായിരുന്നത്. മനുഷ്യ ജീവിതം സത്യത്രേതായുഗത്തിലെ ഈ നാടകം നടന്നിരുന്നത് ഒരു ഭൂഖണ്ഡമാണ്. ആ ഭൂഖണ്ഡത്തെയാണ് ഭാരത ഭൂഖണ്ഡം എന്ന് വിളിച്ചിരുന്നത്. മറ്റു കൂടുതൽ ഭാഗവും വെള്ളമായിരുന്നു. ചെറിയ ചെറിയ കരഭാഗങ്ങളുണ്ടെങ്കിൽ അവിടെയൊന്നും മനുഷ്യവാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ സത്യത്രേതായുഗത്തിലെ യാതൊരു തരത്തിലുള്ള ഭക്തിയോ പൂജയോ ക്ഷേത്രമോ ആരാധനയോ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ജീവിതത്തിൽ സുഖം മാത്രമായിരുന്നു. അതിനുശേഷം കാണിച്ചിരിക്കുന്നത് ദ്വാപരയുഗം. ദ്വാപരയുഗത്തിൽ നോക്കിക്കോളൂ, സ്റ്റെപ്പുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. സ്റ്റെപ്പുകൾ കൂടിയ അർത്ഥം എന്താണ്? ജന്മങ്ങള് കൂടി. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ദ്വാപരയുഗത്തിൽ മാത്രം 21ഓളം ജന്മങ്ങളാണ് നമുക്ക്. അപ്പൊ ഓരോ ജന്മത്തിലും നമ്മുടെ ആയുസ് കുറയും അല്ലെ? മാത്രല്ല ദ്വാപരയുഗത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ, ശരീരബോധത്തിലേക്ക് നമ്മൾ വരികയാണ്. ആത്മബോധം കുറഞ്ഞ് ശരീരബോധത്തിലേക്ക് വന്ന്, അതേപോലെ ശരീരബോധത്തിൽ വന്ന് നമ്മൾ ചെറിയ ചെറിയ തെറ്റുകൾ, വികർമ്മങ്ങൾ, പാപകർമ്മങ്ങൾ ചെയ്യാൻ ആരംഭിച്ച് ദുഃഖവും അശാന്തിയും മനുഷ്യനെ ആരംഭിക്കുന്നത് ഈ സമയം മുതലാണ്. അതേപോലെ നമ്മുടെ പൂജ, ആദ്യം ശിവപൂജ, പിന്നീട് ദേവീദേവന്മാരുടെ പൂജ, ലാസ്റ്റ് ദ്വാപരയുഗം ലാസ്റ്റ് ആകുമ്പോഴേക്കും പൂജയും ഭക്തിയും വർദ്ധിച്ചു വരും. അപ്പൊ അതാണ് ദ്വാപരയുഗ കാലഘട്ടത്തിന്റെ പ്രത്യേകത. ഭക്തി, ഈശ്വരന്റെ അന്വേഷണം, അതേപോലെ അന്യധർമ്മ സ്ഥാപകര് വന്ന് ഓരോരോ ധർമ്മം സ്ഥാപിക്കുന്നത്, മനുഷ്യന് അതാത് ധർമ്മങ്ങളിൽ പെട്ടവർ വന്ന് അവരുടെ ജീവിത നാടകം ആരംഭിക്കുന്നത്, ഓരോ ധർമ്മസ്ഥാപകരും ശ്രേഷ്ഠ മാർഗനിർദ്ദേശങ്ങള് മനുഷ്യൻ കുലകത്തിന് നൽകുന്നത്, ഇവയെല്ലാം ഈ ദ്വാപരയുഗ സമയത്താണ് നടന്നത്. പക്ഷെ ദ്വാപരയുഗത്തിന് ശേഷം നമ്മൾ നോക്കിയാൽ അടുത്ത യുഗം കലിയുഗമാണ്. അപ്പൊ ഇത്രയും പൂജയും ഭക്തിയും അതേപോലെ ധർമ്മസ്ഥാപകന്മാര് മഹാന്മാര് വന്ന് ശ്രേഷ്ഠ ജീവിത മാർഗ നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും മനുഷ്യ ജീവിതത്തിന് പരിവർത്തനം ഉണ്ടായില്ല. കൂടുതൽ ദേഹാഭിമാനത്തിലേക്ക് വരികയും, കലിയുഗത്തിൽ നോക്കുക എത്ര സ്റ്റെപ്പുകളാ. അപ്പൊ കലിയുഗത്തിൽ ഇത്രയും സ്റ്റെപ്പുകൾ കാണിച്ചിട്ടുണ്ട്. അർത്ഥം എന്താണ്? ജന്മങ്ങൾ കൂടി. ആയുസ് ഇവിടെ നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല ആരെത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കും. അതേപോലെ ദുഃഖവും ശാന്തിയും കൂടി. അതാണ് ഈ കറുപ്പായിട്ട് കാണിച്ചിരിക്കുന്നത്.
ഒരു ഭാഗത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രകൃതിയുടെ പ്രക്ഷോഭമാകട്ടെ, യുദ്ധമാകട്ടെ, ലഹളകളാകട്ടെ എല്ലാം വർദ്ധിച്ചു വരിക. മറുഭാഗത്ത് സയൻസും ടെക്നോളജിയും വളർന്ന് വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുക. വളരെയധികം സുഖ സൗകര്യങ്ങൾക്കുള്ള സാധനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ ജീവിതത്തിന്റെ 2 എക്സ്ട്രീമിറ്റിയാണ് നമ്മൾ കാണുന്നത്. ഒരു ഭാഗത്ത് നമ്മൾ നോക്കിയാൽ ലോകം വളരുകയാണ്, മറുഭാഗത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക ജീവിതത്തിന്റെ നിലവാരം വളരെ താഴ്ന്നു വരികയാണ്. അപ്പോ കലിയുഗത്തില് 42ഓളം ജന്മങ്ങളാണ് നമുക്ക്. അങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മൾ താഴെ എത്തി. ഇപ്പൊ നമ്മൾ നോക്കുമ്പോ സത്യുഗത്തിൽ നിന്ന് ആരംഭിച്ച് കലിയുഗത്തിന്റെ ഈ ലാസ്റ്റ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ സ്റ്റെപ്പുകൾ 83ആണ്. അതായത് ഒരു മനുഷ്യാത്മാവിനെ സൃഷ്ടിയിൽ വന്നിട്ട് മാക്സിമം എടുക്കാവുന്ന ജന്മങ്ങൾ 83ആണ്. ശരീരം വിട്ട് ശരീരം എടുക്കണേ പറയാറുണ്ട്. നമുക്ക് 84 ജന്മമുണ്ട്. 84ാമത്തെ ജന്മാർത്ഥം ഈ കലിയുഗത്തിന്റെ ലാസ്റ്റ് ടൈമില്, ഈ ലാസ്റ്റ് ടൈമിനെ പറയാറുണ്ടായിരുന്നല്ലോ, കലിയുഗം മാറി സത്യുഗം വരുന്നതിന്റെ ഇടയിലുള്ള ടൈം. അതിന് നമ്മളൊരു പേര് പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ ദിവസം, സംഗമയുഗം. ഈ സംഗമവേളയിലാണ് പരമാത്മ നമുക്ക് വന്ന് ഈശ്വരീയ ജ്ഞാനം പ്രദാനം ചെയ്യണം. അതായത് സ്റ്റെപ്പ് ഇറങ്ങി താഴെയെത്തി ക്ഷീണിച്ച നമുക്ക് സ്വയം ഭഗവാൻ തന്നെ വന്നിട്ട് നമുക്കൊരു ലിഫ്റ്റ് തരാം. അപ്പൊ ഈശ്വരൻ തരുന്ന ലിഫ്റ്റാണ് നമുക്കൊരു ദിവ്യ ജന്മം തരാ, ഒരു അലൗകിക ജന്മം തരാ. ആത്മാവി ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ടൊരു ജന്മം എടുക്കല്ല, ആത്മാവി ശരീരത്തിലിരിക്കെ തന്നെ നമുക്കൊരു ദിവ്യമായ ജന്മം. അതായത് നമുക്ക് ഈശ്വരീയ ജ്ഞാനത്താൽ ഒരു അവബോധം കിട്ടുന്ന ജന്മം. അതിനാണ് 84ാമത്തെ ജന്മം എന്ന് പറയണേ. ഈ ജന്മത്തില് ഭഗവാൻ നമുക്ക് ജ്ഞാനം നൽകി രാജയോഗത്തിന്റെ വിദ്യ പഠിപ്പിച്ച് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി എന്തെല്ലാം നഷ്ടപ്പെടുത്തിയോ അതെല്ലാം വീണ്ടെടുക്കാനുള്ള ഒരു സമയം. അതിന് രാജയോഗത്തിന്റെ ആ ഒരു ലിഫ്റ്റ് ഭഗവാൻ നമുക്ക് നൽകണം. ഈശ്വരീയ ജ്ഞാനവും രാജയോഗവും മെഡിറ്റേഷനും ഈ ഒരു ലിഫ്റ്റ് നമുക്ക് കിട്ടുന്ന സമയം. ഇതാണ് നമ്മുടെ 84ാമത്തെ ജന്മം. ഇതാണ് നമ്മുടെ 84 ജന്മങ്ങളുടെ കഥ എന്ന് പറയുന്നത്. അപ്പൊ എപ്പോഴാണോ നമ്മൾ ഈ ഹിസ്റ്ററി ജീവിതത്തിന്റെ മനസ്സിലാക്കണേ, അപ്പോഴേ നമ്മൾ ആരായിരുന്നു, ഇപ്പൊ ആരായിട്ട് മാറി, വീണ്ടും നമുക്ക് ആരായി മാറണം. ആ ഒരു തിരിച്ചറിവാണ് ഈ ഏണിപ്പടിയുടെ ചിത്രത്തിലൂടെ നമുക്ക് ഉണ്ടാകേണ്ടത്.